ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AGS ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അനൂപ് ഇപ്പോൾ വഴിയിൽ ബോധം കെട്ട് വീഴുന്നുണ്ട്. അങ്ങനെ ആളുകൾ പിടിച്ച് ഒരു കാറിൽ കയറ്റുന്നുണ്ട്. അത് അർച്ചനയും ഗോകുലും വന്ന കാറായിരുന്നു. അങ്ങനെ അനൂപിനെ ഇപ്പോൾ ആ കാറിലേക്ക് കയറ്റുന്നു. അർച്ചനയ്ക്ക് ഓർമ്മയില്ലാത്തതിനാൽ അനൂപിനെ മനസ്സിലാകുന്നില്ല. അർച്ചന ഇങ്ങനെ അനൂപിനെ നോക്കുന്നുണ്ട്. ഗോകുൽ പെട്ടെന്ന് തന്നെ വണ്ടിയെടുത്ത് അവിടെ നിന്നും പോവുകയാണ്. ഈ സമയത്ത് സച്ചിക്ക് ഒരു ഓട്ടം വരികയാണ്. സച്ചിയെ നന്നായിട്ട് അറിയുന്ന ആളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അയാൾ ചോദിക്കുന്നുണ്ട്, സച്ചിയുടെ ഭാര്യയും കുഞ്ഞിനെയും കാണാതായിട്ട് എത്ര വർഷങ്ങളായെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, വർഷങ്ങൾ ഒരുപാടായി. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, പലതവണ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചതാ, ഇതുവരെ അവരെക്കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ലേ? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇല്ല സാർ, എല്ലായിടത്തും ഞാൻ ഇപ്പോഴും അവരെ അന്വേഷിക്കുന്നുണ്ട്. ഈ ടാക്സിക്കാരൻ്റെ വേഷം പോലും കിട്ടിയത് അതിനു വേണ്ടിയിട്ടാണ്. ഇത് കേട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ജീവിതം പലപ്പോഴും ഒരു കാത്തിരിപ്പിൻ്റെ പരീക്ഷണമാണ്. അദ്ദേഹം പറയുന്നത് കേട്ടിട്ട് സച്ചി പറയുന്നുണ്ട്, എന്നെപ്പോലെ ഒറ്റപ്പെട്ടു പോവുക എന്നുള്ളത് അത് മരണപ്പെടുന്നതിന് തുല്യമാണ്. എന്നെങ്കിലും ഒരിക്കൽ ഞാൻ അവരെ കണ്ടെത്തും. അർച്ചനയും മോളും ഇപ്പോൾ എൻ്റെ കൂടെയില്ല, പക്ഷേ ഇപ്പോഴും അവരെൻ്റെ മനസ്സിൻ്റെ പ്രാണൻ തന്നെയാണ്. എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. എൻ്റെ മനസ്സിൻ്റെ ഓരോ കോണിലും സച്ചേട്ട എന്നുള്ള അർച്ചനയുടെ ആ വിളി മുഴങ്ങി കേൾക്കുന്നുണ്ട് എന്നൊക്കെ സച്ചി ഇങ്ങനെ സങ്കടത്തോടെ പറയുന്നുണ്ട്. ഈ സമയം ഗോകുലും അർച്ചനയും കൂടി ഇപ്പോൾ അനൂപിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുകയാണ്. അതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇപ്പോൾ സച്ചിയും എത്തിയിരിക്കുന്നത്. സച്ചി അങ്ങോട്ട് നോക്കുന്നുണ്ട്. പക്ഷേ അർച്ചന തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ സച്ചിക്ക് അർച്ചനയെ മനസ്സിലാകുന്നില്ല. അനൂപിനെയും കാണുന്നില്ല. അങ്ങനെ സച്ചി ഇപ്പോൾ വണ്ടിയെടുത്ത് പോവുകയാണ്. അനൂപിനെ ഇപ്പോൾ അകത്തേക്ക് കാഷ്വാലിറ്റിയിലേക്ക് കയറ്റിയിട്ടുണ്ട്. അർച്ചന ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ്. എന്തു പറ്റിയതാണെന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. വഴിയിലെവിടെ ബോധം കെട്ട് വീണതാണ്, ഇദ്ദേഹമാണ് കൊണ്ടുവന്നത് എന്ന് പറയുന്നുണ്ട്. ഒന്ന് പുറത്തേക്ക് നിൽക്കുമോ? എങ്ങോട്ട് പോയേക്കല്ലേ, ഞാൻ വിളിക്കാമെന്ന് ഡോക്ടർ പറയുന്നുണ്ട് ഗോകുലിനോട്. അങ്ങനെ ഇപ്പോൾ ഗോകുൽ പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. ഡോക്ടർ അനൂപിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അർച്ചന ഇപ്പോൾ അവിടെ നിന്ന് അനൂപിൻ്റെ കാര്യം തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അനൂപിനെ ഈ കാറിലേക്ക് കയറ്റിയതും അനൂപിൻ്റെ മുഖവും അങ്ങനെ ഓരോന്നും ആലോചിച്ച് നിൽക്കുന്നു. അപ്പോൾ ഗോകുലിനെ കണ്ട് അർച്ചന ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന്. ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഗോകുൽ പറയുന്നു. അതാരാണെന്ന് പറഞ്ഞോ? ആ കൂടെ വന്ന ആളെ കാണുന്നില്ലല്ലോ എന്ന് അർച്ചന പറയുന്നു. അയാളെവിടെ? കാണുന്നില്ലല്ലോ എന്നൊക്കെ ഗോകുൽ പറയുന്നുണ്ട്. അയാളോട് ചോദിച്ചാൽ അറിയാം ഇതാരാണെന്ന് എന്ന് അർച്ചന പറയുമ്പോൾ അപ്പോൾ ഗോകുൽ പറയുന്നുണ്ട്, അയാളെ ഒന്ന് കണ്ടുകിട്ടിയിട്ട് വേണ്ടേ ചോദിക്കാൻ? അയാളെ സ്ഥലം വിട്ടെന്നാണ് തോന്നുന്നത്. അല്ല, തൻ്റെ തലവേദന ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ഗോകുൽ ചോദിക്കുമ്പോൾ ചെറുതായിട്ടുണ്ടെന്ന് അർച്ചന പറയുന്നു. നമുക്ക് ഡോക്ടറിൻ്റെ അടുത്തേക്കൊന്ന് പോയാലോ എന്ന് ഗോകുൽ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ആദ്യം അദ്ദേഹത്തിനൊന്ന് ബോധം വരട്ടെ, എന്നിട്ട് നമുക്ക് ഡോക്ടറെ കാണാൻ പോകാം. അതുവരെ നമുക്ക് ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേരും അവിടെ ഇരിക്കുകയാണ്. ഡോക്ടർ ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. പേഷ്യൻറ്റിൻ്റെ ബന്ധുവാണോ എന്ന് അവരോട് ചോദിക്കുന്നുണ്ട് ഡോക്ടർ. അല്ല, വരുന്ന വഴിയിൽ റോഡിൽ ബോധം കെട്ട് കിടന്ന വ്യക്തിയാണ്. കുറേ ആൾക്കാർ ഇങ്ങനെ വണ്ടിക്ക് കൈ കാണിച്ചപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി. ആരൊക്കെയോ ചേർന്ന് വണ്ടിയിൽ കയറ്റി. പക്ഷേ കൂടെ വന്ന ആളെ ഇപ്പോൾ കാണുന്നില്ല എന്നൊക്കെ ഗോകുൽ ഡോക്ടറോട് പറയുന്നുണ്ട്. സോറി, ഞങ്ങൾക്ക് ഡോക്ടർ ഹർഷനെ ഒന്ന് കാണണമായിരുന്നു. അപ്പോയിൻമെൻറ്റ് എടുത്തിരിക്കുകയാണ്. ഞാൻ അഡ്വക്കേറ്റ് ഗോകുൽ, ഇതെൻ്റെ വൈഫ് സമൃദ്ധ എന്ന് പറഞ്ഞ് ഗോകുൽ ഇപ്പോൾ ഡോക്ടറെ പരിചയപ്പെടുത്തുകയാണ്. ഇത് കേട്ട് ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങളെങ്കിലും ഒരു കാര്യം ചെയ്യുക, പോയി ഡോക്ടറെ കണ്ടോളൂ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാമെന്ന് ആ ഡോക്ടർ പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഗോകുലും അർച്ചനയും കൂടി ഹർഷ ഡോക്ടറിനെ കാണാനായി പോകുന്നുണ്ട്. ഇവരിപ്പോൾ കാണാൻ ചെല്ലുന്നത് സച്ചി കൊണ്ടുവിട്ട ആ അദ്ദേഹത്തെ ആയിരുന്നു. അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഡോക്ടറെ കാണാൻ വന്നിരിക്കുകയാണ് അവർ. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ഇത് സമൃദ്ധ അല്ലേ, അതാണല്ലേ പേര് എന്ന് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട്, അതെ, ഇതെൻ്റെ വൈഫാണെന്ന് ഗൂഗിൾ. തുടർച്ചയായി വരുന്ന തലവേദന, അതാണല്ലേ പ്രോബ്ലം എന്ന് ഡോക്ടർ ചോദിക്കുന്നു. ഇത് കേട്ട് അർച്ചന പറയുന്നുണ്ട്, കുറച്ച് നാളായി ഇത് തുടങ്ങിയിട്ട്, ചില സമയത്ത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് അർച്ചന പറയുമ്പോൾ ബാക്കി ഗൂഗിൾ പറയുന്നുണ്ട്, കുറച്ച് കാലം മുമ്പ് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിരുന്നു. അതിനുശേഷം പല കാര്യങ്ങളും ഇയാൾക്ക് ഓർമ്മയില്ല. അത് കഴിഞ്ഞാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഇടയ്ക്കിടയ്ക്ക് ഈ തലവേദന വരുന്നത് എന്നൊക്കെ ഗോകുൽ പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ആക്സിഡൻറ്റിന് മുന്നേയുള്ള ഒരു കാര്യവും ഓർമ്മയില്ലേ എന്ന്. ഇത് കേട്ട് അർച്ചന ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഉടനെ ഗോകുൽ പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ ആ അപകടത്തിൽ നിന്ന് സമൃദ്ധ രക്ഷപ്പെടുമെന്ന് പോലും ഞങ്ങൾ വിചാരിച്ചിരുന്നതല്ല. അന്ന് ആശുപത്രിയിൽ വെച്ച് ബോധം തെളിഞ്ഞപ്പോൾ സമൃദ്ധ ഞങ്ങളെ ആരെയും തിരിച്ചറിഞ്ഞത് പോലുമില്ല.
പിന്നെയാണ് പതിയെ ഓർമ്മയിലേക്ക് തിരിച്ചു വന്നത്. എന്നിട്ട് ഇപ്പോഴും സമൃദ്ധയ്ക്ക് ഓർക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നൊക്കെ ഗൂഗിൾ പറയുമ്പോൾ ഡോക്ടർ ചോദിക്കുന്നുണ്ട്. അത് ശരി, ഈ തലവേദനയല്ലാതെ മറ്റെന്തെങ്കിലും പ്രോബ്ലം സമൃദ്ധയ്ക്കുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വീണ്ടും ചെറിയൊരു സർജറിയുടെ കാര്യം പറയുകയാണ്. ഒരു പ്രോബ്ലം ഉണ്ട്, സർജറിയൊക്കെ നടത്തണമെന്ന് ഡോക്ടർ പറഞ്ഞതാണ് എന്നൊക്കെ ഗൂഗിൾ ഇങ്ങനെ ഡോക്ടറോട് പറയുന്നുണ്ട്. അർച്ചന പറയാൻ വരുമ്പോൾ ഗൂഗിൾ അത് സമ്മതിക്കാതെ കയറി പറയുന്നുണ്ട്. തൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം അർച്ചനയാക്കി പറയുകയാണ് ഇപ്പോൾ ഗൂഗിൾ. എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ ഇപ്പോൾ അർച്ചനയെ പരിശോധിക്കുന്നുണ്ട്. ഹാർട്ട് പ്രോബ്ലം ഉണ്ടെന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ചോദിക്കുമ്പോൾ അതെ എന്ന് ഗൂഗിൾ പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടും ഡോക്ടർ പരിശോധിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നത് അന്നത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കയ്യിലുണ്ടോ എന്ന്. അപ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് ഉണ്ട്, അത് വീട്ടിലിരിക്കുകയാണെന്ന് പറയുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫയലല്ല, ഹോസ്പിറ്റലിൽ സമൃദ്ധ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് എന്തെങ്കിലും കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ ഹോസ്പിറ്റലിൽ നിന്നും എനിക്കൊന്ന് മെയിൽ അയക്കണമെന്ന് ഡോക്ടർ പറയുന്നു. ചെയ്യാമെന്ന് ഗൂഗിൾ പറയുന്നുണ്ട്. ഏത് കാർഡിയോളജിസ്റ്റിനെയാണ് കണ്ടത് എന്ന് ഡോക്ടർ ചോദിക്കുന്നു. അങ്ങനെ പേരും ഹോസ്പിറ്റലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗൂഗിൾ. അദ്ദേഹത്തിൻ്റെ നമ്പർ കയ്യിലുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് ഗൂഗിൾ പറയുന്നുണ്ട്. ഡോക്ടർ മില്ലിനോട് ഞാൻ സംസാരിച്ചോളാം എന്ന് പറയുന്നുണ്ട് ഡോക്ടർ. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നോക്കിയിട്ട് ഹാർട്ട് ബീറ്റിൽ പ്രോബ്ലംസ് ഒന്നും തന്നെ കാണുന്നില്ല. എന്തായാലും ഡോക്ടറെ ഒന്ന് കാണണം, ഞാൻ വിളിച്ചു പറയാം. ഇവിടുത്തെ കാർഡിയോളജിസ്റ്റാണ്, ഞാൻ കുറച്ച് ടെസ്റ്റിന് എഴുതി തരാം എന്നൊക്കെ ഡോക്ടർ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് എനിക്ക് തലവേദനയാണ് സഹിക്കാൻ കഴിയാത്തത് എന്ന്. അപ്പോൾ ഡോക്ടർ വീണ്ടും ചോദിക്കുന്നുണ്ട് ആക്സിഡൻറ്റിന് മുന്നേയുള്ള കാര്യങ്ങൾ തികച്ചും ഓർമ്മയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് അർച്ചന പറയുന്നു. അമ്മയും ഗോകുലും പറയുന്ന പല കാര്യങ്ങളും എനിക്ക് പുതിയതായിട്ടാണ് തോന്നുന്നത്. എന്തെങ്കിലുമൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കാൻ ശ്രമിക്കുമ്പോഴാണ് എനിക്ക് തലവേദന കൂടുന്നത് എന്നും പറയുകയാണ് അർച്ചന. നമ്മുടെ മെമ്മറി ഒരു പ്രത്യേക പോയിന്റിൽ ബ്ലോക്കായിരിക്കുകയാണ്. അവിടുന്ന് ഭൂതകാലത്തെ തൊടാൻ ശ്രമിക്കുമ്പോൾ ഇതുപോലെ തലവേദന എടുക്കുന്നത് സ്വാഭാവികമാണ്. അല്ല, ഒന്നും ഓർമ്മയില്ലെന്നല്ലേ പറഞ്ഞത്? ആ ഗുരുവായൂർ പോയ യാത്രയെങ്കിലും ഓർത്തെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നൊക്കെ ഡോക്ടർ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് അർച്ചന പറയുന്നു. എനിക്കൊന്നും ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ അർച്ചന പറയുമ്പോൾ ഇങ്ങനെ സമാധാനത്തോടെ ഗൂഗിൾ അവിടെ ഇരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ടെസ്റ്റൊക്കെ നടത്താം. പോയ മെമ്മറി വീണ്ടെടുക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് വേണോ എന്ന് നമുക്ക് നോക്കാം. MRI കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്നെ ഇൻഫോം ചെയ്യണം. എന്തായാലും MRI കഴിയട്ടെ, ഈ തലവേദന പിടിച്ചു കിട്ടാൻ സാധിക്കുമോ എന്ന് നമുക്ക് നോക്കാം എന്നൊക്കെ ഡോക്ടർ ഇപ്പോൾ അവരോട് പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ അവർ രണ്ടുപേരും പുറത്തേക്ക് വരികയാണ്. ശേഷം ഇപ്പോൾ അനൂപിനെ കാണിക്കുന്നുണ്ട്. അനൂപിനെ ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അനൂപിനിപ്പോൾ പതിയെ ബോധം വരുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഡോക്ടർ ചോദിക്കുന്നു. ആരാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്ന് അനൂപ് ചോദിക്കുമ്പോൾ ആരാണെന്ന് അറിയില്ല എന്ന് സിസ്റ്റർ പറയുന്നു. ഒരു ഭാര്യയും ഭർത്താവും കൂടിയാണ് കൊണ്ടുവന്നത്. നിങ്ങൾ വഴിയിൽ എവിടെയോ ബോധം കെട്ട് കിടക്കുകയായിരുന്നു എന്ന് അവർ പറഞ്ഞത്. എന്നിട്ട് അവരെവിടെ എന്ന് അനൂപ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് അറിയില്ല, അവർ പോയെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയുമ്പോൾ അനൂപ് ചോദിക്കുന്നുണ്ട് എൻ്റെ ഫോൺ എവിടെയെന്ന്. അതൊന്ന് എടുത്തു തരാമോ എന്ന് സിസ്റ്ററോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ സിസ്റ്റർ ഇപ്പോൾ ആ ഫോൺ എടുത്ത് കൊടുക്കുന്നു. ഈ സമയം ഇപ്പോൾ അർച്ചനയും ഗൂഗിളും കൂടി സംസാരിക്കുന്നുണ്ട്. തലവേദനയെ പറ്റിയാണ് സംസാരിക്കുന്നത്. സ്കാനിങ്ങിൽ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല, എങ്കിൽ നമുക്ക് പോകാമെന്ന് അർച്ചന പറയുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട് നമുക്ക് അയാളെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന്. ബോധം വന്നോ ഇല്ലയോ എന്ന് അറിയില്ലല്ലോ എന്നൊക്കെ ഗൂഗിൾ പറയുമ്പോൾ അത് ഞാൻ മറന്നുപോയി എന്ന് അർച്ചന പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ രണ്ടുപേരും കൂടി അനൂപിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഈ ബില്ലുടൻ തന്നെ അടയ്ക്കണമെന്ന് സിസ്റ്റർ പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ അടയ്ക്കണോ എന്ന് അനൂപ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ഗോകുലും അർച്ചനയും കൂടി അനൂപിനെ കാണാനൊരുങ്ങുമ്പോൾ അർച്ചനയ്ക്കൊരു കോള് വരുന്നുണ്ട്. വിളിക്കുന്നത് ഗോകുലിൻ്റെ അമ്മയായിരുന്നു, ശോഭന. അങ്ങനെ ഇപ്പോൾ അർച്ചന ശോഭനയോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അനൂപിൻ്റെ അടുത്തേക്ക് ഗോകുൽ കയറി ചെല്ലുന്നു. അങ്ങനെ അനൂപിനോട് ഗൂഗിൾ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എന്ന്. മനസ്സിലായില്ലേ എന്നും ഗൂഗിൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനൂപ് ചോദിക്കുന്നുണ്ട് എന്നെ ഇവിടെ കൊണ്ടുവന്നത് സാറാണല്ലേ? റോഡിൽ തലകറങ്ങി വീണത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എന്ന് അനൂപ് പറയുമ്പോൾ സിസ്റ്റർ വന്നിട്ട് പറയുന്നുണ്ട് പണം തന്നാൽ ഞാൻ ബില്ലടച്ചിട്ട് വരാം എന്ന് പറയുന്നുണ്ട്. എന്താ പണമില്ലേ എന്നും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനൂപ് പറയുന്നുണ്ട് എൻ്റെ പേഴ്സ് എവിടെയോ വീണു പോയി, അത് കാണാനില്ല എന്ന് പറയുമ്പോൾ സിസ്റ്റർ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യും, പെട്ടെന്ന് പണം അടച്ചേ പറ്റൂ എന്നും പറയുന്നു. അതിങ്ങ് തരൂ എന്ന് ഗൂഗിൾ പറയുന്നു. അപ്പോൾ അനൂപ് പറയുന്നുണ്ട് വേണ്ട, കുറച്ച് കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് ആൾ വരും എന്ന് അനൂപ് പറയുമ്പോൾ അതിങ്ങ് തന്നേ എന്ന് പറഞ്ഞ് ഗൂഗിൾ ഇപ്പോൾ ആ ഒരു ബില്ല് അനൂപിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുകയാണ്.
ഇതൊരു ചെറിയ തുകയല്ലേ, ഇത് ഞാൻ അടച്ചോളാം എന്ന് ഗോകുൽ പറയുന്നു. അയ്യോ വേണ്ട എന്നൊക്കെ അനൂപ് പറയുന്നുണ്ട്. അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ ബില്ലടയ്ക്കാനായി പോവുകയാണ് ഗോകുൽ. അങ്ങനെ ഗോകുലും അർച്ചനയും ഇപ്പോൾ പോകുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ഒരു ഓട്ടോറിക്ഷയിൽ പെട്ടെന്ന് തന്നെ ധൃതിയിൽ ഓടിപ്പിടിച്ച് വന്നിരിക്കുകയാണ് മീരയും അനഘയും കൂടി. ഈ സമയം ബില്ലിംഗ് സെക്ഷനിൽ ഇരിക്കുകയാണ് അർച്ചനയും ഗോകുലും. അവിടേക്കാണ് ഇപ്പോൾ മീരയും അനഘയും വന്നിരിക്കുന്നത്. അവരുടെ തൊട്ട് പിറകിലാണ് അർച്ചന ഇരിക്കുന്നത്. അർച്ചനയുടെ മുമ്പിൽ ഒരു അമ്മയെ വീൽ ചെയറിൽ കൊണ്ടിരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അർച്ചനയുടെ മുഖം അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ അവർ അവിടെ നിന്നും പോകുന്നു. ഗോകുൽ ബില്ലടച്ചതിന് ശേഷം അർച്ചനയുമായി അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ഇപ്പോൾ അനൂപിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് മീരയും അനഘയും. എനിക്കൊന്നുമില്ല എന്നൊക്കെ അനൂപ് പറയുന്നുണ്ട്. അങ്ങനെ നടന്ന സംഭവങ്ങളൊക്കെ അനൂപ് മീരയോട് പറയുകയാണ്. ആരാ അയാൾ എന്ന് മീര ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനൂപ് പറയുന്നുണ്ട്, അതറിയില്ല, പേര് ചോദിക്കാൻ മറന്നുപോയി. അയാളുടെ ഭാര്യയും കൂടെ ഉണ്ടായിരുന്നെന്നാണ് നേഴ്സ് പറഞ്ഞത്. ഇത് കേട്ടിട്ട് അനഘ പറയുന്നുണ്ട്, എന്നാലും 15,000 രൂപയൊക്കെ ആരെങ്കിലും വെറുതെ വന്ന് അടച്ചിട്ട് പോകുമോ? എന്നാലും ആരായിരിക്കും അത് എന്ന് മീര ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.